വരുന്നത് പെരുമഴയും ചുഴലിക്കാറ്റും. 3 ന്യൂനമർദ്ദങ്ങളാണ് നിലവിലുള്ളത്. ശ്രീലങ്ക ന്യൂനമർദ്ദം, കന്യാകുമാരി ന്യൂനമർദ്ദം, മലാക്ക ന്യൂനമർദ്ദം. ഇവയിൽ മലാക്ക കടലിലെ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെത്തി ശ്രീലങ്ക ന്യൂനമർദ്ദവുമായി ചേർന്ന് സെനിയാർ ചുഴലിക്കാറ്റാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശ്രീലങ്ക ന്യൂനമർദ്ദവും കന്യാകുമാരി ന്യൂനമർദ്ദവും ശക്തി പ്രാപിക്കുന്നു. ശ്രീലങ്ക ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റുമായി ചെന്നൈക്ക് സമീപം കരകയറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കന്യാകുമാരി ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി കേരള തീരത്തേക്ക് എത്താനും സാധ്യതയുണ്ട്. മലാക്ക ന്യൂനമർദ്ദം സ്വതന്ത്രമായി ബംഗാൾ ഉൾക്കടലിലെത്തിയാൽ ഡിറ്റ്വ ചുഴലിക്കാറ്റാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വന്നു. 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം സെനിയാർ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായാണ് ശക്തിയേറിയ ന്യൂനമർദ്ദം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കും. തുടർന്ന് 24 മണിക്കൂറിൽ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും. ന്യൂനമർദ്ദം സെനിയാർ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടാൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊടാനാണ് സാധ്യത. നവംബർ 27, 28 തീയതികളിൽ സെനിയാർ കരതൊട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതിനിടയിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, നാഗപട്ടണം, മയിലാടുംതുറ, തിരുവാരൂർ, പുതുക്കോട്ട, തഞ്ചാവൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ 4 പേരാണ് മരിച്ചത്. കടലൂർ, ചിദംബരത്ത് ദമ്പതികൾ ഉൾപ്പെടെ 3 പേരും തൂത്തുക്കുടിയിൽ ഒരാളും മരിച്ചു. തിരുനെൽവേലി ജില്ലയിലെ താമരഭരണി നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. 29, 30 തീയതികളിൽ ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലും 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. 26 വരെ കേരളത്തിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും അതിനനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദത്തിനും ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.